രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന സ്വകാര്യ കോച്ചിംഗ് മാഫിയകൾക്കെതിരെ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. 80ാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലെ ചരിത്രപ്രസിദ്ധമായ അഭിസംബോധനയിൽ മത്സര പരീക്ഷകൾക്കായി രാജ്യമൊട്ടാകെ സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് സംവിധാനം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. കോച്ചിംഗ് ക്ലാസുകളുടെ പേരിൽ നടക്കുന്ന മാഫിയ രാജ്യം ഭീമമായ പണക്കൊള്ളയും അവസാനിപ്പിച്ച് മധ്യവർഗ കുടുംബങ്ങളെ സംരക്ഷിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം കോച്ചിംഗ് മാഫിയകൾ പിടിമുറുക്കിയിട്ടുണ്ട്. ഇവരാണ് ഈ നീറ്റ് പോലെയുള്ള പരീക്ഷകളുടെ പേപ്പറുകൾ ചോർത്തുന്നത്. ഇവരാണ് പണമെറിഞ്ഞ് ഉദ്യോഗസ്ഥരെ വിലയ്ക്ക് വാങ്ങുന്നത്. അവരെ നിലയ്ക്ക് നിർത്താൻ ഇതാ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ സൗജന്യ കോച്ചിംഗ് സെന്ററുകൾ വരാൻ പോകുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ. അപ്പോൾ കേരളത്തിൽ നിന്നും ഈ ഡൽഹി പാറ്റ കലാപത്തിലേക്ക് വണ്ടി കയറിയ കോഴിക്കോട് ആസ്ഥാനമായുള്ള കോച്ചിംഗ് സെന്ററിലെ മുതലാളിയോടൊക്കെയാണ് നിന്റെയൊക്കെ കട്ടയും പടവും മടങ്ങിയിട്ടുണ്ട്. വാർത്തയിലേക്ക്. ജെഇഇ, നീറ്റ്, സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളുടെ പേരിൽ രാജ്യത്ത് വളർന്നു വന്ന കോച്ചിംഗ് വ്യവസായവും അതിന് പിന്നിലെ മാഫിയ സംസ്കാരവുമാണ് സർക്കാരിന്റെ കടുത്ത തീരുമാനത്തിന് കാരണമായത്. മക്കളെ കോച്ചിംഗ് സെന്ററുകളിൽ അയച്ചില്ലെങ്കിൽ പിന്നിലായി പോകുമെന്ന സമൂഹത്തിന്റെ ഭയം മുതലെടുത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ മാഫിയകൾ ഓരോ കുടുംബത്തിൽ നിന്നും ഈടാക്കുന്നത്. ഈ സാമ്പത്തിക ഭാരത്തിന് തടയിടാനാണ് കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. परिवार पर आर्थिक बोझ न आए और इसलिए हमने युवाओं के लिए विभिन्न परीक्षाओं की फ्री ऑनलाइन कोचिंग हमने करने का निर्णय किया है. डिजिटल पब्लिक इंफ्रास्ट्रक्चर है, हमारे पास उत्तम टैलेंट है, टीचर्स हैं. उन संसाधनों को जोड़ करके हम देश के नौजवानों को फ्री कोचिंग देने का एक पूरा नेटवर्क हम खड़ा करने वाले हैं. രാജ്യത്തെ മികച്ച അധ്യാപകരെയും നിലവിലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിനെയും കോർത്തിണക്കി സൗജന്യ പഠന ശൃംഖല ഉടനടി നിലവിൽ വരും. വിദൂര ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോലും നഗരങ്ങളിലേക്ക് മാറാതെയും താമസം, ഭക്ഷണം തുടങ്ങിയ അധിക ചെലവുകളില്ലാതെയും ഉന്നത നിലവാരമുള്ള പഠന പിന്തുണ വീടുകളിൽ തന്നെ ലഭ്യമാകും. ഇതോടൊപ്പം വർഷം തോറും 1 കോടി യുവാക്കൾക്ക് AI പരിശീലനം നൽകുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ജനം, ഡൽഹി.